Dear students, today I want to discuss the NEET previous year questions of mechanical properties of solids. നീറ്റ് പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഏരിയയാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് യങ്സ് മോഡുലസ്. ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. A wire of length L, area of cross section A is hanging from a fixed support. The length of the wire changes to L1 when mass M is suspended from its free end. The expression for Young's modulus is, ഇപ്പോൾ സാധാരണ നമുക്കറിയാം ഹൂക്സ് ലോ പറയുന്നത് ദാറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിനിൽ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ നമ്മുടെ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാൽ എ കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് ലോഞ്ചിറ്റ്യൂഡിനലാണെങ്കിൽ ലെങ്ത് വൈസ് ആണെങ്കിൽ that stress by strain, that is called the coefficient of elasticity as Young's modulus. സാധാരണ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് നമുക്കറിയാം. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് ലെങ്ത് ഡിവിഷൻ ബൈ ഒറിജിനൽ ലെങ്ത്. സോ വി ക്യാൻ സേ the Young's modulus is equal to F by A delta L by L. ഈ ഒരു റിലേഷൻ നമ്മുടെ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. സോ വി ക്യാൻ ഗോ വിത്ത് ദ കൺസെപ്റ്റ്സ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ട് ബേസ് ചെയ്തിട്ട് എ വയർ, ദാറ്റ് വയർ ഗോട്ട് an area cross section as A. Here the length is given as L. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വെയിറ്റ് ഹാങ് ചെയ്തു mg. ആ വെയിറ്റ് കാരണം അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടായി. അപ്പോൾ ആ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഉൾപ്പെടെ ദാറ്റ് ഈസ് ഗിവൻ ആസ് L1. അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ എന്താണ്? So we can substitute it for at first the force, that is nothing but mg, the weight here, that original length it is given as L, the division by area, so area of cross section, so it is given as A as such. What is the extension delta L, that is the final length it is given as L1 minus the original length as L. So we can say equal to mgL division by A into L1 minus L. So we can say C as the answer for the question. So we can move to the question number 2. The stress strain curve are drawn for two different materials X and Y. It is observed that the ultimate strain point and the fracture point are close to each other for material X, but are far apart for material Y. We can say that the material X and Y are likely to be respectively. ഇപ്പോൾ സാധാരണ രൂപത്തിൽ ലുക്ക് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ OAB അവിടെ ഹൂക്സ് ലോ ഒബേ ചെയ്യപ്പെടുന്നത് കൊണ്ടും സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സ് റീഗെയിൻ ചെയ്യുന്ന സമയത്ത്
അതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ അവന് കിട്ടുന്നത് കൊണ്ട് നമുക്ക് OAB, that is called elastic region. പക്ഷെ അതേസമയം ബി മുതൽ ഇ വരെയുള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഫോഴ്സ് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് the body does not regain its original structure, and hence we can say that BCDE, that is called the plastic region. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആഫ്റ്റർ ദാറ്റ് ultimate strength point, that fracture point are close to each other. That means the plastic region that is 0, that is X. അത്തരം മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ബ്രിട്ടിൽ. We can give a best example as glass. അപ്പോൾ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫാർ അവേ ആണ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് റീജിയൻ വളരെ കൂടുതലാണ്. അത്തരം മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ഡക്റ്റൈൽ. നമുക്ക് ആ മെറ്റീരിയൽസിനെ അടിച്ചു പരത്തി എടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ സാധാരണ നമ്മുടെ അയൺ മെറ്റീരിയലൊക്കെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ വി ക്യാൻ സേ for the second question, the brittle and ductile. So C is the answer. We can move to the question number 3. Two wires are made of the same material and have the same volume. The first wire has a cross-sectional area A and the second wire has the cross-sectional area 3A. If the length of the first wire is increased by delta L on applying F, then how much force is needed to stretch the second wire by the same amount? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ രണ്ട് വയറിനും ഒരേ മെറ്റീരിയൽ ആണ് എന്നാണ്. So we can say that Y1 equal to Y2 have the same volume. So V1 equal to V2 and area for the first one it is given as a say. Then the second one it is 3 times of A. അപ്പോൾ ഒരു ഡെൽറ്റ എൽ എക്സ്റ്റൻഷന് കൊടുക്കുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫോർ ദ സെക്കൻഡ് വയർ ഡെൽറ്റ എൽ ഉണ്ടാക്കാൻ വേണ്ട ഫോഴ്സ് എന്താണ്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. F2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ നമുക്കറിയാം. Y is equal to F by A, that extension division by L. So this is a very important one. അപ്പോൾ അവിടെ നമുക്ക് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. സോ വി ക്യാൻ സേ, സോ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏരിയ ക്രോസ് സെക്ഷൻ കൃത്യമായിട്ട് പറയുകയാണ്, ബട്ട് ലെങ്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്കില്ല, പക്ഷെ വോളിയം തരുന്നുണ്ട്. സോ വി ക്യാൻ സേ വോളിയം ആസ് എ ഇൻറ്റു എൽ. സോ എൽ എന്ന് പറയുന്നത് വി ബൈ എ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു ദാറ്റ് എൽ ഈസ് ഈക്വൽ ടു വി ബൈ എ. Again the Young's modulus is there. So F V division by A square into Y. പക്ഷേ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം മെറ്റീരിയലാണ്, വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സിന് ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ സെയിം എക്സ്റ്റൻഷനാണ് രണ്ട് വയറിലും ഉണ്ടാക്കേണ്ടത്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. മറ്റ് പാരാമീറ്റേഴ്സ് രണ്ടിനും സെയിം ആണ്. ഇപ്പോൾ രണ്ട് കേസസിൽ നമ്മൾ എഴുതിയാൽ F2 ബൈ F1 എന്ന് പറയുന്നത് A2 സ്ക്വയർ ഡിവിഷൻ ബൈ A1 സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
A2 എന്ന് പറയുന്നത് എന്താണ്? 3 times of the first area എന്നാണ്. So that is equal to, എയും എയും ക്യാൻസൽ ആയിട്ട് പോയി, it becomes 9. That means we can say that F2 is equal to that 9 times of the first case. So we can say first option as the answer. So we can move to the next one. Number 4. The Young's modulus of steel is twice that of brass. Young's modulus of steel is twice as that of brass. Two wires of the same length, so LS is equal to LB, same area of cross section, so AS is equal to AB, one of steel and the other of brass are suspended from the same roof. If you want the lower ends of the wire to be at the same level, that means extension for the two cases should be same. Then the weights added to the steel and brass wires must be in the ratio. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിൽ ആക്ട് ചെയ്യുന്ന FA/FB റേഷ്യോ ആണ്. സോ നമുക്ക് ഉപയോഗിക്കേണ്ട റിലേഷൻ നമുക്ക് സുപരിചിതമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, യെസ്, ദിസ് ഈസ് ദ റിലേഷൻ. അപ്പോൾ നമുക്കിവിടെ സെയിം എക്സ്റ്റൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സിൻ്റെ റേഷ്യോ ആണ്. സോ എഫിന് നമ്മൾ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ F is equal to YA delta L by L. ഇനി ഇവിടെ തന്നിരിക്കുന്ന കൺസെപ്റ്റ്സുകൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് കേസസിലും സെയിം ആയിട്ടാണ് നമുക്ക് എടുക്കുക. സോ എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. നമുക്ക് വേണ്ടത് സെയിം എക്സ്റ്റൻഷനാണ്. അപ്പോൾ വേണ്ട വെയ്റ്റ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് ഹിയർ വി നോ ദാറ്റ് F ഈസ് പ്രൊപ്പോർഷണൽ ടു Y. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ ദ ടു കേസസ് നമുക്ക് ഡിവൈഡ് ചെയ്തെടുത്താൽ ഫോർ സ്റ്റീൽ ഡിവിഷൻ ബൈ ഫോർ ബ്രാസ് ഇസ് ഈക്വൽ ടു Y steel division by brass. So that is equal to YS that division by YB. അപ്പോൾ നമുക്ക് YS എന്ന് പറയുന്നത് 2 times of YB എന്നാണ് തന്നിരിക്കുക. So YB cancel. So we can say 2:1. So A, the first option, is the answer for the question. So we can move to the question number 5. Copper of fixed oleum V drawn into wire of length L. When the wire is subjected to a constant force F, the extension produced in the wire is delta L. Which of the following graphs is a straight line? So നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടത് ഡെൽറ്റ എൽ വേഴ്സസ് L square or 1/L square or L etc. ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്കറിയാവുന്നുള്ള റിലേഷൻ എന്ന് പറയുന്നത് യെസ് F/A into L division by extension is. അപ്പോൾ ഇവിടെ പറയുന്നത് V എന്ന് പറയുന്ന വോളിയമാണ്. സോ V എന്ന് പറയുമ്പോൾ നമുക്ക് A into L എന്ന് നമുക്ക് കൊടുക്കാം. സോ നമുക്കിവിടെ എയെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ പറയുന്നില്ല. സോ A is equal to V/L ആയിട്ട് നമുക്കെടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F/ എക്ക് പകരമായിട്ട് V/L into that L as L again and the extension delta L ആണ് here. സോ നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടത് ഡെൽറ്റ എൽ വേഴ്സസ് എൽ ആണ് അല്ലേ. സോ നമുക്ക് അത് ബേസ് ചെയ്ത് ഇക്വേഷൻ എടുത്താൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു F/VY into L square. അപ്പോൾ അവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ കേസസിലെ ഫോഴ്സും നമ്മുടെ വോളിയവും മെറ്റീരിയൽ വാല്യൂവും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ ആണെങ്കിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു L square എന്നുള്ള ഒരു കൺസെപ്റ്റ്സിലേക്ക് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് Y എന്ന് പറയുന്നത് M into X ആയിട്ട് നമുക്ക് പറയാം. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം ഡെൽറ്റ എൽ വേഴ്സസ് L square കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഫോർ fifth question we can say the second option as the answer. So we can move to the question number 6.
The following four wires are made of the same material. Which of these will have the largest extension when the same tension is applied? അപ്പോൾ നമ്മുടെ സാധാരണ കൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് ഓർക്കുക ദാറ്റ് ലെങ്ത് ആൻഡ് ഡയമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്കറിയാം സെയിം ടെൻഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, സെയിം മെറ്റീരിയലാണ്. സോ നമുക്കറിയാമെന്നുള്ള റിലേഷൻ y is equal to f by a into that is extension, that is L. അപ്പോൾ അവിടെ സെയിം എക്സ്റ്റൻഷനാണ്, സെയിം ഫോഴ്സാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷനെ കുറിച്ച് സെയിം എക്സ്റ്റൻഷൻ അല്ല, എക്സ്റ്റൻഷൻ്റെ കമ്പാരിസനാണ് നമുക്ക് വേണ്ടത്. സോ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് എഫ് എൽ ഡിവിഷൻ ബൈ എ ഇൻറ്റു വൈ. സെയിം മെറ്റീരിയലാണ് ഇവിടെ പറയുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെയിം ടെൻഷനാണ്. സോ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ ഏരിയ. ഇവിടെ ഡയമീറ്റർ ആണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. ആ റേഡിയസ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു എസ്. വി ക്യാൻ സേ ദാറ്റ് ഡയമീറ്റർ സ്ക്വയർ ബൈ 4, or we can say L by d square, or we can say a constant k into L by d square. നമ്മളത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്താൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഡെൽറ്റ എൽ 1 എന്ന് പറയുന്നത് കെ ഇൻറ്റു എൽ എത്രയാണ്, 100 സെൻറ്റിമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 100K ആയിട്ടിരിക്കട്ടെ. രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ എടുക്കാം? ഡെൽറ്റ എൽ 2 ആണ്. സോ കെ ഇൻറ്റു ദാറ്റ് 200 ദ ഡിവിഷൻ ബൈ 2 സ്ക്വയർ ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 50K ആയിട്ടിരിക്കട്ടെ. ദെൻ ദ തേർഡ് വൺ ഡെൽറ്റ എൽ 3 ആയിട്ട് നമുക്ക് എടുക്കാം. കെ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 300 ആണ്. ദ ഡിവിഷൻ ബൈ 3 സ്ക്വയർ ആണ്. സോ 3 സ്ക്വയർ ഈസ് 9. സോ 100 by 3. സോ ദാറ്റ് ഈസ് 33.33K ആയിട്ട് അത് മാറും. So that D option is delta L4. So that is equal to equal to K into that 300, that is 50 division by 0.5 as 1 by 2 square. So that is equal to 200K. അപ്പോൾ ഈ ഒരു റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വി ക്യാൻ ടേക്ക് ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. So we can move to the question number 7. If the ratio of diameters, length and Young's modulus of steel and copper, so ds by dz, so that is given as is equal to P. And length ratio, that is Q, that is LS by LC എന്ന് പറയുന്നത്, that is a Q. And Young's modulus in the ratio, that is ys by yc എന്ന് പറയുന്നത്, that is equal to S. Then the corresponding ratio of increase in their length would be. ഇപ്പോൾ രണ്ട് കേസസിൻ്റെ, അപ്പോൾ ഡെൽറ്റ എൽ എസ് ഡിവിഷൻ ബൈ ഡെൽറ്റ എൽ സി, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാധാരണ റിലേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ we know the relation as y is equal to FL division by that A into that extension. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു FL ഡിവിഷൻ ബൈ A ഇൻറ്റു y ആണ്. അപ്പോൾ ഓരോന്നും അവിടെ ഡിഫറൻ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ ഇവയുടെ റേഷ്യോയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ ഡെൽറ്റ എൽ എസ് ബൈ ഡെൽറ്റ എൽ സി എന്ന് പറയുന്നത് ഒന്ന് ഫോഴ്സിൻ്റെ റേഷ്യോ ആണ്, രണ്ട് ലെങ്തിൻ്റെ റേഷ്യോ ആണ്, മൂന്ന് ഏരിയയുടെ റേഷ്യോ ആണ്. സോ അത് എഴുതുമ്പോൾ സൂക്ഷിക്കുക. നാലാമത്തത് യങ്സ് മോഡുലസിൻ്റെ റേഷ്യോ ആണ്. പക്ഷേ ഈ റേഷ്യോസ് എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എഫ് എസ് ബൈ എഫ് ഐ, ദാറ്റ് ഈസ് വെയ്റ്റ് ആഡഡ്. അപ്പോൾ നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആക്ട് ചെയ്യുന്ന സോ വി ക്യാൻ സേ ദാറ്റ് 2mm 5mm അല്ലേ. സോ 2m plus 5m, that is a 7m
ദ ഡിവിഷൻ ബൈ എഫ് സി. അപ്പോൾ കോപ്പറിന് മാത്രമായിട്ടാവുമ്പോൾ ഇത്രയും വെയിറ്റ് ആയിരിക്കും അതിൽ ആഡപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് 5m ഇൻറ്റു ജി. ഓക്കെ, ഫൈൻ, ഗുഡ്. എൽ എസ് ബൈ എൽ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു ക്യൂ. എ എസ് ബൈ എ സി ഈസ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എ എസ് ബൈ എ സി എന്ന് പറയുന്നത് ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പൈ ഇൻറ്റു ഡി എസ് സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ. ഡി എസ് ബൈ ഡി എസ് സി എന്ന് പറയുന്നത് പി ആണ്, അപ്പോൾ പി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 1/p² ആയിട്ട് നമുക്ക് എടുക്കാം. വൈ സി ബൈ വൈ എസ് എന്ന് പറയുന്നത് യെസ് ദ റെസിപ്രോക്കൽ ഓഫ് ദിസ് വൺ ആസ് എസ് ആയിട്ട് നമുക്ക് എടുക്കാം. എം ജി ക്യാൻസൽ ആയി പോയാൽ 7q ഡിവിഷൻ ബൈ 5 ഇൻറ്റു p² s. So for the question number 7, yes, we get the answer as the third choice, C as the answer. We can move to the question number 8. Two wires A and B are of the same material. That is a very important one. So A should equal to YB. Their length are in the ratio 1:2. So LA by LB എന്ന് പറയുന്നത് 1/2. The diameters in the ratio, so DA by DB, that is equal to 2/1. If they are pulled by the same force, so FA is equal to FB. Yes. Then the increase in length will be in the ratio. ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ നമ്മൾ വ്യക്തതയോടെ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസിയോടെ നമുക്കത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഹിയർ ലുക്ക് അഗൈൻ, നമുക്ക് ഇൻക്രീസ് ഇൻ ലെങ്ത്തിനെ കുറിച്ചാണ്. സോ എഫ് ഇൻറ്റു എൽ ഡിവിഷൻ ബൈ എ ഇൻറ്റു വൈ. ഒരേ മെറ്റീരിയലാണ്, ഒരേ ഫോഴ്സാണ്. സോ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ ഏരിയ ആണ്. എന്ന് പറയുമ്പോൾ അത് റേഡിയസ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ഡയമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആണ്. ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ എൽ ബി എന്ന് പറയുന്നത് എൽ എ ബൈ എൽ ബി ഇൻറ്റു ദറ്റ് ഡി എ സ്ക്വയർ ബൈ ഡി ബി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എ ബൈ എൽ ബി എന്ന് പറയുന്നത് 1/2 ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ ഡി എ ബൈ ഡി ബി 2/1. അപ്പോൾ 2 സ്ക്വയർ ആയിട്ട് മാറും, പക്ഷേ റെസിപ്രോക്കൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. So that is equal to 2 into 4 as 1/8. So we can save the third option as the answer for question number 8. So we can move to the question number 9. When a block of mass M is suspended by a long wire of length L, the length of the wire becomes L plus L. The elastic potential energy stored the extended wire is. So original length L ആണ്, it becomes L plus L. That means we can say the extension ആ ബോഡിക്ക് കിട്ടുന്നത് it is a small l. Then what is the potential energy stored? അപ്പോൾ സാധാരണ എനർജി സ്റ്റോർഡ് എന്ന് പറയുമ്പോൾ we can say the half into load into extension. So that is the very important ആയിട്ടുള്ള relation. So the energy stored is nothing but equal to half into the load. The load is nothing but the weight that suffered into the extension as L. So we can say C as the option. We can move to the next one, number 10. The bulk modulus of a sphere of object is capital B. If it is subjected to a uniform pressure as P, the fractional decrease in radius is. ഇപ്പം സാധാരണ രൂപത്തിൽ ഒരു സ്പെറിക്കൽ ഓബ്ജക്റ്റ് ആണ്, അതിലേക്ക് നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണ്. സോ ദാറ്റ് പ്രഷർ ഈസ് ഡിനോട്ടഡ് ആസ് പി, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ്സ് വോളിയം ഡിക്രീസസ് എന്നാണ് പറയുക. അതിൻ്റെ റേഡിയസ് കുറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ റേഡിയസ് ഡെൽറ്റ ആർ ബൈ ആർ എന്താണ്? നമുക്കറിയാവുന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, വീണ്ടും ഇവിടുത്തെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഈസ് എ സ്ട്രെസ് ബൈ സ്ട്രെയിൻ.
that is, the stress is here the pressure, by the strain is the volume strain or bulk strain. So we can write delta V by V. അപ്പോൾ ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോളിയത്തിനാണ് വ്യത്യാസം വരുന്നത്. സോ വി ക്യാൻ ടേക്ക് ദ വോളിയം ഈസ് വാട്ട് 4/3 പൈ ഇൻറ്റു ദാറ്റ് ആർ ക്യൂബ്. അപ്പം ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ വേരിയബിളായിട്ട് നമുക്ക് റേഡിയസ് ആണ് 3 ഇൻറ്റു ഡെൽറ്റ R/R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് P ഡിവിഷൻ ബൈ ഡെൽറ്റ V ബൈ V എന്ന് പറയുന്നത് 3 ഇൻറ്റു ഡെൽറ്റ R/R ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ R/R, ദാറ്റ് ഈസ് ഈക്വൽ ടു P ബൈ 3 ടൈംസ് ഓഫ് B. So here the B is the bulk modulus and P is the pressure applied. So we can say C as the answer. So we can move with the question number 11. A simple but very important. When an elastic material with Young's modulus Y is subjected to the stretching stress S, the elastic energy stored per unit volume of the material. അപ്പം ഇലാസ്റ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എനർജി ഡെൻസിറ്റിയാണ്. എനർജി പെർ യൂണിറ്റ് വോളിയം. അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട റിലേഷനാണ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. വെറും എനർജിയാണ് ചോദ്യമെങ്കിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഓർക്കണേ, ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സ്ട്രെസ് as S. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെയിനെ കുറിച്ച് പറയുന്നില്ല, ബട്ട് വി നോ ദ കൺസെപ്റ്റ് സ്ട്രെസ് ബൈ ദാറ്റ് സ്ട്രെയിൻ ഈസ് ദ Young's modulus. സോ സ്ട്രെയിനിന് പകരമായിട്ട് വി ക്യാൻ സേ ആസ് എസ് ഡിവിഷൻ ബൈ വൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ വൈ. So we get the value as a half S square by Y, S square by 2Y. So that is the concept there. So we can say C as the answer. നമ്മുടെ ഈ ചാപ്റ്റർ നീറ്റ് പരീക്ഷയ്ക്ക് അറൗണ്ട് 2013 സമയത്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ദ നമ്പർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എണ്ണം കുറവായിരിക്കും. സോ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യനുകൾ നമുക്ക് ഈസിയോടെ ചെയ്യുവാൻ പറ്റും. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.